പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന, നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇന്നത്തെ ഭാഗത്തിന് മുൻപുള്ള ഭാഗത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ, ദൈവജനം ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ മനസ്സ് കാണിക്കുകയും യഹോവയുടെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ കണ്ണുനീരോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകുന്നു. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. ഇതിനു മുമ്പുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. 2-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഭാഗത്ത് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ദൈവം ആവർത്തിച്ച് പ്രവാചകനിലൂടെ പറയുകയാണ്. അതിൻ്റെ പ്രധാന ഭാഗമായി പറയുന്ന വാക്യമത്രേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 28-ാം വാക്യം, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാം വാക്യം ഈ പ്രവചനം ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം പ്രതിപാദിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അതായത് പ്രപഞ്ചം ഒരു പ്രാപഞ്ചിക മുട്ട എന്ന രീതിയിൽ കണ്ടാൽ പരിശുദ്ധാത്മാവ് പക്ഷി എന്ന പോലെ പൊരുന്ന് അടയിരുന്ന് അതിനെ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു പക്ഷിയോ പ്രാവോ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയുമല്ല, വ്യക്തിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ പോലെ മറ്റൊരാളത്വമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ക്രമരഹിതമായ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത പ്രപഞ്ചത്തെ ക്രമവും ഭംഗിയുമുള്ളതാക്കി മാറ്റുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഇതുപോലുള്ള രൂപാന്തരം മനുഷ്യന്റെ വ്യക്തിത്വത്തിലും ഉളവാക്കും. മരുഭൂമിയുടെ അനുഭവത്തെ മാറ്റും, ഉദ്യാനത്തിൻ്റെ അനുഭവത്തെ നൽകും. അതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയും ഭംഗിയും സൗന്ദര്യവും ജീവിതത്തിൽ പകരുവാൻ ദൈവം മതിയായവനാണ്. പരിശുദ്ധാത്മാവിന് ജീവിതത്തെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയില്ല എന്നുള്ള അനുഗ്രഹീതമായ ബന്ധം പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്നു. നമ്മെ വിശുദ്ധ ജനമായി ദൈവം വിളിച്ചിരിക്കുകയാൽ ദൈവം നമ്മുടെ ദൈവമായിരിക്കും. നാം അവൻ്റെ ജനമായി എല്ലാ അർത്ഥത്തിലും രൂപാന്തരപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വിധേയമാക്കിക്കൊണ്ട് കർത്താവിന് അനുഗ്രഹീതമായ വിശുദ്ധ ജനമായി നമ്മെ തീർക്കുന്നു. രൂപാന്തരപ്പെടലിൻ്റെ പ്രയാണമധ്യേ വീഴ്ചകൾ ഉണ്ടാകാം. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, നമ്മയും ദുഃഖിപ്പിക്കാം. സങ്കീർത്തനം 51 നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന്റെ വിലാപം കാണാം. ജീവിതത്തിൽ പരാജയം സംഭവിച്ചു പോയി പരിശുദ്ധാത്മാവിന്റെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയിൽ നിന്ന് വീണു പോകുമ്പോൾ സംഭവിച്ച വേദനാജനകമായ അനുഭവമാണ്. തൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൽ നിന്നുണ്ടായ അകൽച്ച ബോധ്യപ്പെട്ടപ്പോഴുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ബോധ്യം നൽകുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതിനായി നാഥാൻ പ്രവാചകനെ ദൈവം ഉപയോഗിക്കുന്നു. ദാവീദ് പ്രവാചകനിലൂടെ ഉണ്ടായ ദൂത് ഏറ്റെടുത്ത് പാപബോധത്താൽ കരയുന്നതായി കാണുവാൻ കഴിയും. 51-ാം സങ്കീർത്തനം 11-ന്റെ B ഭാഗം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ എന്ന് വിലപിക്കുകയാണ്. പരിശുദ്ധാത്മാവുള്ള അനുഭവം ഉണ്ടായാലും പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും.
ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം. യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. അത് വളരെ വേദനാജനകമായ അനുഭവമാണ്. ദൈവം തൻ്റെ ജനത്തെ, ഒരു മനുഷ്യനെ വിട്ടുപോയാൽ അവന്റെ സ്ഥിതി വളരെ ദയനീയമായി തീരും. ശൗലിന് സംഭവിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതിനാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് തിരുവചനം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവത്തോട് ശത്രുത നാം വിളിച്ചു വരുത്തുകയാണ്. ദൈവം നമുക്കെതിരായാൽ, അല്ലെങ്കിൽ ദൈവം നമ്മെ കൈവിട്ടാൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് മനസ്സിലാക്കണം. ദൈവമാണ് അനുദിനം നമ്മെ പരിപാലിക്കുന്നത്. പരിശുദ്ധാത്മാവ് ക്രമരഹിതമായ നമ്മുടെ ജീവിതങ്ങളെ ക്രമവും ഭംഗിയും വിശുദ്ധിയും ഉള്ളതാക്കി തീർക്കും. വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് ഉടനെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം, ദാവീദിനെ പോലെ. അല്ലാത്ത പക്ഷം ദൈവം ശത്രുവായി തീർന്നാൽ, അതായത് ദൈവം നമ്മെ വിട്ട് മാറിപ്പോകേണ്ടി വന്നാൽ, ശത്രു നമ്മെ തകർക്കും. ശൗലിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത സന്ദേശത്തിൽ ഇതിൻ്റെ തുടർച്ച നമുക്ക് ചിന്തിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയുള്ളൊരു ജനമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.